Welcome to my first day in Montenegro. ഞാൻ ആക്ച്വലി മാഞ്ചസ്റ്റർ ടു ടിബറ്റ് മോണ്ടിനിഗ്രോ എയർപോർട്ടിലേക്കാണ് ട്രാവൽ ചെയ്തത് ബൈ ഈസി ജെറ്റ്. സോ നിയർലി £250 തന്നെ ബോത്ത് സൈഡിലേക്ക് ട്രാവൽ എക്സ്പെൻസായി. നിയർലി 2 hours ഉണ്ട് ട്രാവൽ ഫ്രം മാഞ്ചസ്റ്റർ ടു മോണ്ടിനിഗ്രോ ടിബറ്റ് എയർപോർട്ടിലേക്ക്. ഇപ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് തന്നെ യോട്ട് ആൻഡ് ബോട്ട്സ് ട്രാവൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് ഇറ്റ്സ് ലൈക്ക് എ ഡീപ്പ് സീ. ഇറ്റ്സ് എ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് എ കായൽ പോലെയുള്ള ഒരു സ്ഥലം ഇത് ആക്ച്വലി ഇതൊരു വെരി വെരി ടൈനി സ്മോൾ എയർപോർട്ടാണ്. ഈ എയർപോർട്ട് ബീച്ച് സൈഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേക്ക് ഓഫും ലാൻഡിങ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആക്ച്വലി ഇത് ടൈനി ഒരു എയർപോർട്ടാണ്. ഇമിഗ്രേഷൻ പിന്നെ ഒരു വെയിറ്റിംഗ് ഏരിയ അത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ തന്നെ നല്ല ക്രൗഡായിരുന്നു. നമ്മളൊരു €10 കൊടുത്ത് അവിടെ ടാക്സി ഉള്ളൂ, ഊബറൊന്നുമില്ല. അപ്പോൾ ടാക്സി കൊടുത്ത് അക്കോമഡേഷനിലേക്ക് പോയി. അക്കോമഡേഷനിൽ ചെന്ന് ഒരു ഷവറൊക്കെ എടുത്ത്, ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്, എബവ് 30 ഡിഗ്രി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് വിയർക്കും. അതുകൊണ്ട് എ സി ഒക്കെ ഓൺ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പോൾ റൂം നല്ല കൂളായിരിക്കും. എന്നിട്ട് ഡയറക്റ്റ് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കംസ് ബാറിൽ ഫുഡ് കഴിക്കാൻ പോയി. നല്ലൊരു ബാറായിരുന്നു. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്ട്രൈറ്റ് ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് സൈറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മളവിടെ നിന്ന് നേരെ ഒരു 5 minutes നടക്കുമ്പോൾ തന്നെ അപ്പോഴേക്കും തന്നെ നമുക്ക് ബേ കാണാൻ പറ്റും. അവിടെ ഇഷ്ടംപോലെ ചെറിയ അക്കോമഡേഷൻ ഉണ്ട്, ലൈക്ക് ഹോം സ്റ്റേസ്, റിസോർട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ ഉള്ളത് ഫ്ലാറ്റ് ആൻഡ് സ്മോൾ ഹോം സ്റ്റേ റിസോർട്ട്സാണ്. ഇപ്പോൾ സമയം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണി 2:30 ആ സമയമാണ്. ഇപ്പോൾ ഒന്നും അധികം ആളുകളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. സൺബാത്ത് എടുക്കാനുള്ളവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഈ സമയത്ത് വരുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസ് എല്ലാം ഫുള്ളി പാക്ഡ് ആയിരിക്കും. എല്ലാവരും ഡിന്നർ കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ ഈ സീറ്റെല്ലാം ഫുള്ളായിരിക്കും. ഈ സ്ഥലത്തൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് സൺബാത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ കാണുന്ന ബെഡിലൊക്കെ സൺബാത്ത് ഇത്ര അവർ എന്നൊക്കെ ഉണ്ട്. അതിന് നമ്മൾ €40 ഒക്കെ പേ ചെയ്യേണ്ടി വരും ആ ബെഡിന്. അതിന് കുറച്ചുള്ളത് കൊണ്ട് ബെഡിനൊക്കെ നല്ല എക്സ്പെൻസീവാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഉള്ളതെല്ലാവരും സൺബാത്ത് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. ഇവിടുത്തെ സീ കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്ലൂ കളറിലെ നല്ല ഭംഗിയുള്ള സീയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 കോൾഡ് ബിയർ ഓർഡർ ചെയ്തു. അവിടെ ലെമണേഡ് ടോപ്പിങ്ങിനാണെങ്കിൽ അവിടെ ലെമണേഡ് ഇല്ല. അതിന് പകരം അവർ റിയൽ ലെമണാണ് നമ്മൾ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ടോപ്പിന് ചെയ്യുക. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഡ്രിങ്ക്സൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ബീച്ച് എൻജോയ് ഒക്കെ ചെയ്ത് അവിടെ കുറച്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തു. നമുക്കിവിടെ ഇഷ്ടം ബൊഗെയിൻവില്ല ആൻഡ് അരളിപ്പൂവൊക്കെ ഉണ്ട്. നാട്ടിൽ പോലത്തെ സെയിം വെതർ ആൻഡ് ക്ലൈമറ്റ് ആയിരിക്കുന്ന കൊണ്ടായിരിക്കും സെയിം പ്ലാന്റ്സൊക്കെ കാണപ്പെടുന്നത്. ഡ്രിങ്ക്സ് കഴിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് ഞങ്ങൾ വീണ്ടും ബീച്ച് സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. ഇത് സൈഡ് ഫുള്ള് റെസ്റ്റോറൻറ്റ് സ്പേസാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഈ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ വരും. ഡ്രിങ്ക്സ് ആൻഡ് ഇറ്റ്സ് വെരി പോഷ് ആൻഡ് എക്സ്പെൻസീവ് പ്ലേസ് ആണ്. ഈവൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും നല്ല എക്സ്പെൻസീവ് പൈസ ആകും. 1 ടൈം ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു നിയർലി €50 ഒക്കെ പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വീണ്ടും നടത്താരംഭിച്ച് സൈഡിലൂടെ എല്ലാം കണ്ട് വീണ്ടും നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നു. ആക്ച്വലി ഈ സ്ഥലം മൗണ്ടെയ്ൻസാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് മൗണ്ടെയ്ൻസിലൊന്നും ബിൽഡിംഗ് ഉണ്ടാകത്തില്ല. എല്ലാ ബിൽഡിങ്സും ഇതിൻ്റെ മൗണ്ടെയ്ൻ്റെ താഴെ ആ ഒരു താഴ്വര പോലെയുള്ള സ്ഥലം, താഴ്വാരത്തിലാണ് ബിൽഡിങ്സ് എല്ലാം ഉള്ളത്. മൗണ്ടെയ്ൻസിൻ്റെ മുകളിലൊന്നും നമുക്ക് ബിൽഡിംഗ് കാണാനേ പറ്റത്തില്ല. ഇവിടെ ഫുള്ളുള്ളതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു റിസോർട്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഫുള്ള് കവേർഡ് വിത്ത് ഫ്ലാറ്റ്സ് ആൻഡ് റിസോർട്ട്സ് എവറിത്തിങ്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ യോട്ടൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഇത്. ബോട്ട്സ് എല്ലാം ഇവിടെ വന്നാണ് പാർക്ക് ചെയ്യുന്നത്.
ഇനി റെസ്റ്റോറൻറ്റ്സിൽ ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണ്. ഈ യോട്ടിലൊക്കെ കയറാനായിട്ട് ഒരു നിയർലി 500 യൂറോസ് അതിന് എബോ ഒക്കെ പേ ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഇഷ്ടംപോലെ പലതരം റിസോർട്ട്സ് ഉണ്ട്. ഇതാണ് അവരുടെ മോണ്ടിനീഗ്രോ ഫ്ലാഗ്. അതൊരു ഷിപ്പ് യാർഡ്, സ്മോൾ ഷിപ്പ് യാർഡാണ്. അവിടെ അവർ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. വീണ്ടും ബീച്ച് സൈഡിലൂടെ നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. നല്ല ചെടികൾ, റിസോർട്ട് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വാട്ടർ ആണെങ്കിലും റിസോർട്ടൊക്കെ ആണെങ്കിലും എല്ലാം പ്രൈവറ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സ്, പനകൾ, ഇതൊരു ബുദ്ധ റിസോർട്ടാണ്. അവിടെ ഒരു ശ്രീ ബുദ്ധയുടെ സ്റ്റാറ്റു ഉണ്ട്. അവിടെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ നിന്ന് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഈ സമയം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ സൺ ബാത്തിങ് ചെയ്യാനും പറ്റും. നല്ല ചൂടാണ്. പിന്നെയുള്ള ഇവിടെയുള്ള ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്. ഫുൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ്. നമുക്കിവിടെ നടന്ന് വളരെ എക്സ്പെൻസീവായിട്ടുള്ള എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആൻഡ് തിങ്സ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഈവനിങ് ആകുമ്പോൾ ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ നല്ല തിരക്കായിരിക്കും. ഇത് ആക്ച്വലി ആ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള ഒരു ഷോപ്പിംഗ് പ്ലേസാണ്. We could get clothes, watches, bags and all the things that we need. We could buy from here, and the specialty is very expensive and international products, international brands. ഈ സമയത്ത് നമ്മൾ വിചാരിക്കും ഇവിടെയൊന്നും ഇപ്പോൾ ആരും തന്നെ ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന്. ഈ സമയത്ത് മേ ബി ഇത്രയും ചൂടൊക്കെ ആയിരിക്കും ആരും നമ്മൾ ഈ റിസോർട്ടെല്ലാം എം ടി ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈവനിങ് ആകുമ്പോഴേ ഇവിടെയുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. മീൻസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്സിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വൈകുന്നേരം ഈവനിങ് ഈ വെയിലെല്ലാം കഴിയുമ്പോഴത്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്കൊരു സീറ്റ് വേണമെങ്കിൽ തന്നെ ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്യേണ്ടി വരും. ഇവരുടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുള്ളത്. And these resorts are looking very tidy and clean and looking amazing. They decorated the interior, exterior and garden of the lawn area is literally amazing and stunning. We could literally see that how neat and tidy the place is. ഞങ്ങളപ്പോൾ തിരിച്ച് അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചിതിൻ്റെ റിസോർട്ടിൻ്റെ ബാക്കിലൂടെ നമ്മൾ നേരത്തെ ആ ഒരു ഓൾഡ് ബോട്ട് കിടന്ന് അവിടെ തന്നെ തിരിച്ചെത്തി. ഈ സമയത്തും വെതർ നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു നിയർലി 4 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നല്ല വെട്ടം ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഫുള്ള് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് അപ്പോഴേക്കും നല്ല ടയർഡായി. ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു പിസ്സ ആൻഡ് കലാമാരി ഫ്രൈ വിത്ത് ചിപ്സ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. പിസ്സ വന്ന് സാമൺ പിസ്സ വിത്ത് ടോപ്ഡ് വിത്ത് ഒലീവ്സ് ആൻഡ് എവറിത്തിങ്. സാമൻ്റെ കൂടെ സലാമിയ കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി റെസ്റ്റോറൻറ്റ്സിലെല്ലാം സീ ഫുഡാണ് കോമൺലി അവൈലബിൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് തിരിച്ചു പോയി. അപ്പോഴേക്കും നല്ല റൂം നല്ല കൂളായിരുന്നു. വെതർ ഏകദേശം തണുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.